കൂട്ടായ്മ സമിതിയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പിച്ചച്ചട്ടിയും എടുത്ത് നിശബ്ദജാഥയും സമ്മേളനവും സംഘടിപ്പിച്ചു. വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപകർക്ക് ലഭിക്കുവാനുള്ള 45 കോടി രൂപ നൽകാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ജാഥയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് പറഞ്ഞു. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പിച്ചച്ചട്ടിയും എടുത്ത് നിശബ്ദജാഥയും തുടർന്ന് സമ്മേളനവും നടത്തി. നിശബ്ദജാഥയും സമ്മേളനവും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് റിക്കവറി നടപടികൾ സ്വീകരിക്കണം. മൂന്നാമതായി ഓരോ വർഷം നടത്തുന്ന ഓഡിറ്റ് റിപ്പോർട്ട്, അതിനോടൊപ്പം കിട്ടിയ പരാതികൾ, ഓരോ പരാതിക്കും മറുപടി നൽകുവാനുള്ള ഉത്തരവാദിത്വം കോടതി പറഞ്ഞിട്ട് പോലും മറുപടി നൽകാത്ത കോപ്പറേറ്റീവ് ഉദ്യോഗസ്ഥന്മാർ, സർവീസിലുള്ളവരും റിട്ടയർ ചെയ്തവരുമായ ആളുകൾ, അവരുടെ പേരിൽ ക്രിമിനൽ ലയബിലിറ്റിയുടെ പേരിൽ കേസെടുക്കുവാൻ കഴിയണം. ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന ഗവൺമെന്റ് ഇത് മനുഷ്യത്വപരമായി കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് മുതിർന്ന ആളുകൾ, രോഗികളായ ആളുകൾ അത്യാവശ്യത്തിന് വേണ്ടി ഇപ്പോൾ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും നിക്ഷേപകർക്ക് ലഭിക്കാനുള്ള 45 കോടി രൂപ തിരികെ ലഭിക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എബി കുര്യാക്കോസ് പറഞ്ഞു. നിക്ഷേപ കൂട്ടായ്മ സമിതി ചെയർമാൻ KB യശോധരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് D വിജയകുമാർ, സുനിൽ കോമ്പ്രയാറ്റ്, സജീവ്, ഡോക്ടർ സൈലസ്, രാധാകൃഷ്ണപിള്ള, രാജ്നാഥ്, വിൽസൺ, NB വർഗീസ്, ഉണ്ണികൃഷ്ണപിള്ള, PD വാസുദേവൻ, അജി പുത്തറ, ജോൺ താനഞ്ചേരി, പ്രൊഫസർ നാൻസി സൈലൻസ്, തോമസ് ജോർജ്, ജോയി P ചാക്കോ, പ്രസന്നകുമാർ, ശ്രീകുമാർ NG എന്നിവർ സംസാരിച്ചു. ബദേൽ ജംഗ്ഷനിൽ പൊതുസമ്മേളനത്തിന് ശേഷമാണ് വായ്മൂടി കെട്ടി പിച്ചച്ചട്ടിയുമായി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സ്ത്രീകളടക്കം നിരവധി പേർ ജാഥയിൽ പങ്കെടുത്തു. CDNet ന്യൂസ്.